കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഗാസയിലാണ്. ഇപ്പോൾ കാരണം നമ്മൾ പിന്നെ ഒക്ടോബർ 7-നാണല്ലോ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇൻസിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഉക്രൈനിൽ നിന്ന് തിരിച്ച് വരുന്ന ഒരു സമയമായിരുന്നു. വരുന്ന വഴിക്കാണ് അവരെല്ലാവരും പറഞ്ഞത് ഇങ്ങനൊരു തീർച്ചയായിട്ടും നമ്മൾ പല പ്രാവശ്യമൊക്കെ പോയിട്ട് ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് വെച്ച് നമുക്ക് ഒത്തിരി പേരെ കണ്ടുമുട്ടാനാവും. ഇവരെല്ലാവരും തന്നെ നേരത്തെ നമുക്ക് വളരെ അറിയാവുന്ന ആൾക്കാർ, ലോകത്തുള്ള പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. വളരെ സിമിലർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഈ ഹ്യൂമാനിറ്റേറിയൻ വർക്കിന് പോകുന്ന ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവമൊക്കെ പലപ്പോഴൊക്കെ ഒരു സിമിലർ ആയിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സംസാരിക്കുകയും ഒരു ഭയങ്കര ഔട്ട് സ്പോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ പരിചയം ഉണ്ടാവും. അപ്പോൾ അവരെന്നെ മിക്കവാറുമൊക്കെ ഈ ജോലി ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ ആയിരിക്കും വീണ്ടും വിളിക്കുക. അപ്പോൾ നമ്മൾ മിക്കവാറും ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ഒത്തിരി സംഘടനകൾ ഒരുമിച്ചും വിളിക്കും, ഒത്തിരി ഓർഗനൈസേഷൻസ്. അതിപ്പോൾ WHO വിളിക്കും, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് വിളിക്കും, IMC വിളിക്കും, പ്രോജക്റ്റ് ഹോപ്പ് വിളിക്കും, ഒത്തിരി നമ്മൾ മുമ്പ് പരിചയമുള്ള മിക്കവാറും എല്ലാവരും വിളിക്കും. അപ്പോൾ എല്ലാവരും ഒക്കെ വിളി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഈ പറഞ്ഞ കോൺട്രാക്ട് എന്ന ആൾക്കാരുടെ കൂടെ അങ്ങ് പോകുക എന്ന് മാത്രമേ അതിനകത്ത്. അവിടുത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ വളരെ ഗുരുതരമാണ്. എല്ലാവർക്കും ഈ പറയുന്ന അങ്ങോട്ട് പോയിട്ട് ഭയങ്കര ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് അവിടെ നടക്കുന്നത്. നവംബർ ആദ്യം തൊട്ട് തന്നെ ഗാസ മുഴുവൻ ക്ലോസ് ചെയ്ത്, ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ പിന്നെ ഗാസയിലെ ആൾക്കാർക്ക് പിന്നെ പുറത്ത് പോകാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് അകത്തും വരാൻ പറ്റത്തില്ല. കൂടെ ഒരു നവംബറിലൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ വരും. നവംബർ ആകുമ്പോഴേക്കൊക്കെ ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും കറണ്ടില്ല, മരുന്നുകളില്ല, ഇങ്ങനെ ഒത്തിരി ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ഒരു ഡെയർ സിറ്റുവേഷൻ ആയപ്പോഴാണ് ഈ എല്ലാവരും ഒക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവിടെ പോയിട്ട് അയക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒക്കെ ഒന്നും എത്തുന്നില്ല. ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി വഴി നമ്മളത് അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ അപ്പുറത്തു നിന്നുള്ള ആൾക്കാർ ഫോൺ വിളിച്ച് അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഫോൺ കണക്ഷൻ പോലും ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവരിവിടെ ഒരു UN എമർജൻസി മെഡിക്കൽ ടീമിൻ്റെ മേധാവിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആരെയും കടത്തി വിടുന്നില്ല. ഈ പറയുന്ന ഭയങ്കരമായ ബ്യൂറോക്രാറ്റിക് എൻടാങ്കിൾമെൻ്റ് ആണ്. അതായത് മുഴുവൻ ബ്യൂറോക്രസിയും ആരും അങ്ങോട്ട് പോകരുത് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ നമ്മളൊരു വിവിധ സംഘടനകൾ, വിവിധ രാജ്യങ്ങളുടെ പെർമിഷൻ വേണം. ഈജിപ്തിൻ്റെ പെർമിഷൻ വേണം, ഇസ്രയേലിൻ്റെ പെർമിഷൻ വേണം, അത് കഴിഞ്ഞിട്ട് പാലസ്റ്റീനിലെ പെർമിഷൻ വേണം. ഇങ്ങനെ 3 രാജ്യങ്ങളുടെ പെർമിഷനും അവിടെ ബോർഡറിൻ്റെ ഓരോ രാജ്യങ്ങളിലും വിവിധ മിനിസ്ട്രികളുടെ പെർമിഷൻ വേണം. ഇവരെല്ലാവരും ഈജിപ്റ്റ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 3 ആഴ്ച കൊണ്ടുപോകാനുള്ള എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാം കഴിഞ്ഞ് തരുന്നത്. ഈ പെർമിഷൻ കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇസ്രയേലിൻ്റെ പോവുക. ഇസ്രയേലിൻ്റെ കാര്യം അത് അവിടെ വെച്ചേക്കും. 3 ആഴ്ച കഴിഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് പിന്നെ അടുത്ത 2 ആഴ്ച പെർമിഷൻ തന്നിരിക്കുന്നു. അപ്പോഴേക്കും മറ്റതിൻ്റെ എക്സ്പയറി കഴിയും. അപ്പോൾ ഒരിക്കലും നടക്കാത്ത ഒരു പരിപാടിയായിട്ട് മാറി. എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുകയാണ്. അവസാനമാണ് UN ഡയറക്റ്റായിട്ട് ഇടപെടുന്നതും യൂറോപ്യൻ യൂണിയനൊക്കെ ഇടപെട്ട് ഒരു എക്സസ് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഒരു UN തന്നെ നേരിട്ട് ഇങ്ങനെ ഒരു ടീമിനുകൾ, ഈ എമർജൻസി മെഡിക്കൽ ടീംസിനെ അങ്ങോട്ട് അയക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കയറുമെന്നാണ് പോകുന്നത്. ഒരു 3 ആഴ്ച ഈ പെർമിഷൻ കിട്ടാൻ വേണ്ടി തന്നെ അവിടെ നിൽക്കേണ്ടി വന്നു. നവംബർ തൊട്ട് നിൽക്കേണ്ടി വന്നു. നവംബർ ഒരു 3rd വീക്ക് ആകുമ്പോഴാണ് നമുക്ക് പോകാൻ പറ്റുന്നത് തന്നെ. നവംബർ 3rd വീക്ക് പോകുമ്പോൾ നമ്മൾ കൈറോയിൽ നിന്ന് ഒരു 1.5 ദിവസം എടുക്കും അൽ അരിഷ് വരെ എത്താൻ. അൽ അരിഷാണ് വാസ്തവത്തിൽ ബോർഡർ, ഗാസയിലേക്കുള്ള ബോർഡർ അൽ അരിഷാണ്. അവിടെ വരെ എത്തണമെങ്കിൽ തന്നെ നമ്മളൊരു 20ഓളം ചെക്ക് പോസ്റ്റ്, നമ്മൾ ഈ ഹ്യൂമാനിറ്റേറിയൻ വർക്കറാണെങ്കിൽ പോലും നമ്മളെ നമ്മളെ കൊണ്ടുപോകുന്ന ഓരോ സാധനവും എടുത്ത് മുഴുവൻ വലിച്ച് വാരിയിട്ട് പരിശോധിക്കുകയും പിന്നെ നമ്മൾ തന്നെ വീണ്ടും എടുത്ത് അടുക്കി വയ്ക്കുകയും അടുത്തതെടുത്ത് വീണ്ടും ഇത് തന്നെ പരിശോധിക്കുകയും
ചെയ്യുന്ന ഒരു എന്താ പറയുന്ന ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള പരിശോധനകളാണ് ഈ 20 ചെക്ക് പോസ്റ്റിൽ നടക്കുന്നത്. ഓരോ ആൾക്കാരെ അവർ ഈ പറയുന്ന നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മൾ ഭയങ്കരമായിട്ടൊരു അപമാനം സഹിച്ചു പോകുന്ന ഒരു ഏർപ്പാട് പോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിൽ ഈ നമ്മുടെ സൂയസ് കനാലിന് അടിയിൽ കൂടെയുള്ള ഒരു തുരങ്കപാതയുണ്ട്. അത് കഴിഞ്ഞാൽ സിനായി മരുഭൂമിയിലെത്തും. സിനായിൽ നിന്ന് നമ്മൾ അങ്ങേറ്റത്ത് എത്താനായിട്ട് തന്നെ ഇതുപോലെ ഇതെല്ലാം കടന്നെത്താനായിട്ട് 1-2 ദിവസം ഏകദേശം രണ്ടാമത്തെ ദിവസം പകുതിയാകുമ്പോഴേക്കും നമ്മൾ ബോർഡറിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതിനെക്കാട്ടി വലിയ ഒരു പരിശോധന, ഒരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശോധനയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് എത്തണം. പ്രധാനമായിട്ടും ഈ പറയുന്ന നമുക്ക് എനിക്ക് അപ്പോഴ് തൊട്ട് തന്നെ ഈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അവിടെ എത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം എപ്പോഴും തുരങ്കം വയ്ക്കുന്ന ഏർപ്പാടാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അവരൊരിക്കലും അങ്ങനൊരു ഇങ്ങനെയൊക്കെ അത് ചെയ്യാതിരിക്കാമോ അതെല്ലാം അവർ ചെയ്യും. അപ്പോൾ പോകുന്ന വഴിക്ക് മുഴുവൻ നമ്മൾ അല്ലാരേഷിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഇപ്പുറത്തോട് വെച്ചെങ്കിലും നമുക്ക് അവിടേക്ക് പോകുന്ന ഗാസയിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം നിരനിരയായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് കാണാം. ലോറികളും ട്രക്കുകളും ഒക്കെ സാധനങ്ങളായിട്ട്, ഭക്ഷണ സാധനങ്ങളും വെള്ളവും എല്ലാം ഒക്കെ ആയിട്ട് പാക്ക് ചെയ്ത് നിൽക്കുന്നതാണ്. അന്നൊക്കെ ഒരു ദിവസമൊക്കെ ഒരു 50 ട്രക്കൊക്കെ ചിലപ്പോൾ കടത്തി വിട്ടാലായി. അതിനപ്പുറത്തൊന്നും കടത്തി വിടത്തില്ല. 50 ട്രക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊരു 2.3 മില്യൺ റഫേൽ മാത്രമായി തന്നെ നമ്മൾ ബോർഡർ കഴിഞ്ഞ് എത്തുന്ന സ്ഥലമാണ് റഫ എന്ന് പറയുന്നത്. ഒരു 10 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളൊരു ചെറിയ പട്ടണമാണ്. ഇപ്പോൾ പട്ടണം എന്ന് പോലും പറയല്ല, ആകെ പ്ലാസ്റ്റിക് കൂടാരം പോലെ ഇരിക്കുന്ന സ്ഥലമാണ്. കെട്ടിടങ്ങളെല്ലാം മിക്കവാറൊക്കെ പൊളിഞ്ഞു പോകും. ബാക്കി സ്ഥലങ്ങളിലൊക്കെ മുഴുവൻ ടെൻറ്റ്, ഈ കിട്ടുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ വെച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന ടെൻറ്റാണ്. പ്ലാസ്റ്റിക് അതുപോലും ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് മാത്രമുള്ള ഒരു സ്ഥലമാണ്. മൊത്തം ഒരു പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.3-2.5 മില്യൺ ആണ് മൊത്തം പാലസ്തീൻ. അതിനകത്തുള്ള ഏകദേശം 1.8 to 2 മില്യൺ ആൾക്കാരും അന്ന് റഫേൽ മാത്രമായിരുന്നു.